ഈ കാണുന്നതാണ് ശംഖുപുഷ്പം എന്നുള്ള സസ്യം. ഇതിന്റെ ശാസ്ത്രനാമം ക്ലിറ്റോറിയ ടെർനേറ്റിയ എന്നാണ്. ഇത് നമ്മുടെ സാധാരണ കാടുകളിലും പുഴവക്കിലും ഒക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ ശംഖുപുഷ്പം എന്നുള്ള സസ്യം. ഇത് സാധാരണയായി ഒരു നീല, പിന്നെ വെള്ള, പിന്നെ ഒരു ചുവപ്പ് കളറുള്ള സസ്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണാറുള്ളത്. പിന്നെ ഇതിന്റെ ഉദ്യാനങ്ങളെ വളർത്തുന്നതിന് വേണ്ടി പലവിധ നിറങ്ങളുള്ളതും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. സാധാരണയായി ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ നീലയും വെള്ളയും എന്ന ശംഖുപുഷ്പങ്ങളാണ്. ഇതിനെ പൊതുവെ അറിയപ്പെടുന്ന അപരാജിത എന്ന നാമത്തിലാണ് ബാക്കി ഉള്ള സംസ്ഥാനങ്ങളിലെല്ലാം അറിയപ്പെടുന്നത്. ഇത് പ്രധാനമായും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഒരു പ്രധാനമായ ഒരു ഔഷധമാണ് ഈ ശംഖുപുഷ്പം എന്നുള്ള സസ്യം. ഇതിൽ ഒറ്റ ഇതളാറ്റുള്ളതും പിന്നെ അടുക്കാറ്റുള്ള ശംഖുപുഷ്പങ്ങളും ഉണ്ട്. ഈ കാണുന്നത് വെള്ള ശംഖുപുഷ്പവും പിന്നെ നീലയുമാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ വിത്തുകൾ ഏകദേശം ഒരു 10 സെന്റിമീറ്റർ നീളത്തിലുള്ള കായ്കളാണ്. അതിനകത്ത് ഏകദേശം 12-10 വിത്തുകൾ അടങ്ങിയ ഒരു കായ്കളാണ് ഇതിനുള്ളത്. ഈ വിത്തുകളിൽ നിന്നാണ് പുതിയ പുതിയ സസ്യങ്ങൾ കിളിർത്തു വരുന്നത്. ഇതൊരു വള്ളിച്ചെടിയായിട്ടുള്ള സസ്യമാണ് ഈ ശംഖുപുഷ്പം എന്നുള്ളത്. ആയുർവേദത്തിൽ ബുദ്ധിശക്തിക്ക് പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഈ ശംഖുപുഷ്പം. ഇതിന്റെ വേര് അരച്ചെടുത്ത് വെറും വയറ്റിൽ വെണ്ണയിലോ നെയ്യിലോ ചേർത്ത് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിക്കാൻ സഹായമാകും. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കും ഇത് ഒരു പ്രതിവിധിയായി ഉപയോഗിക്കുന്ന സസ്യമാണ് ഈ ശംഖുപുഷ്പം എന്നുള്ളത്. ഇതിന്റെ എല്ലാ ഭാഗവും അരച്ചെടുത്ത് ഉള്ള കഷായം കൊടുത്താൽ നമ്മുടെ ഉറക്കമില്ലായ്മ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നുണ്ട്. കൂടാതെ ഇത് വിഷചികിത്സയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇത് വെള്ള ശംഖുപുഷ്പമാണ് വിഷചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സസ്യം. കൂടാതെ ഇതിന്റെ പൂവിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഈ ഉറക്കമില്ലായ്മ, പിന്നെ മാനസികമായ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഔഷധ സസ്യങ്ങളുടെ വീഡിയോകൾക്കായി ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.